മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ 20ാം എഡിഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അബൂബക്കർ സിദ്ദീഖ്, നമ്മുടെ ഈ മെഗാ ഫെസ്റ്റ് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പാർലമെൻറ്റ് അംഗം ഡോക്ടർ വി ശിവദാസൻ, നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന BBC-യുടെ സൗത്ത് ഏഷ്യ ഹെഡ് ശ്രീ സുനിൽ ജോഷി, ഹരികുമാർ, അതുപോലെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ വിവിധ ഭാരവാഹികളെ, കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സുഹൃത്തുക്കളെ, കേബിൾ ടി വി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ആളുകൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ 20ാം എഡിഷൻ്റെ ഉദ്ഘാടനമാണെന്നിവിടെ നിർവഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലം 2019 നമ്മൾ അവസാനം മെഗാ ഫെസ്റ്റ് ഇവിടെ നടത്തിയത്. ഇന്ത്യയിലൊട്ടുക്കും തന്നെ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 3 വർഷമായി നിന്നുപോകുകയും പിന്നീട് ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തുടക്കം കുറിക്കുകയും ചെയ്യുന്നൊരവസരത്തിലാണ് നമ്മൾ വീണ്ടും 3 വർഷത്തിന് ശേഷം ഒത്തുചേരുന്നത്. കേരള ഇൻഫോ മീഡിയയുടെ ആഭിമുഖ്യത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മെഗാ ഫെസ്റ്റ് എല്ലാ വർഷവും കുറേ വർഷങ്ങളായി നടത്തി വരാറുള്ളത്. ഈ വർഷവും നമ്മൾ മെഗാ ഫെസ്റ്റിന് മുന്നോടിയായി മാധ്യമരംഗത്തെ മുത്തൻ പ്രവണതകളെ സംബന്ധിച്ച് ഒരു OTT കോൺക്ലേവ് എന്ന രീതിയിൽ കഴിഞ്ഞ ഒക്ടോബർ 28-ാം തീയതി കൊച്ചി നഗരത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് നമ്മൾ ഈ മെഗാ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കുറേ കാലങ്ങളായി ഓരോ കാലഘട്ടത്തിലും അനലോഗ് കാലഘട്ടം മുതൽ ഇന്ന് ഏറ്റവും അവസാനം ഇൻ്റർനെറ്റ് യുഗത്തിൽ എത്തി നിൽക്കുന്ന കാലഘട്ടം വരെ ഈ രംഗത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ച്, സാങ്കേതിക മാറ്റങ്ങൾ, അതുപോലെ തന്നെ മാറി മാറി വരുന്ന മറ്റു പ്രവണതകൾ, പ്രേക്ഷകരുടെ അഭിരുചികൾ മാറുന്നതിനനുസരിച്ചുള്ള നിരവധി സംവിധാനങ്ങൾ, ഇതെല്ലാം ഒരുക്കുന്നതിന് ഓരോ കേബിൾ ടി വി ഓപ്പറേറ്ററും അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ കേരളത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മുടെ മെഗാ ഫെസ്റ്റിലൂടെ പഠിക്കാനുള്ളൊരവസരം നമ്മൾ പ്രദാനം ചെയ്തിരുന്നു. തീർച്ചയായും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏകദേശം 100ഓളം വരുന്ന സ്റ്റാളുകളിലും ഏറ്റവും പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ പുതിയ പുതിയ ഉപകരണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സിബിറ്റേഴ്സും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സ്റ്റാളുകൾ ഏറെക്കുറെ പൂർണ്ണമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ എക്സിബിഷൻ എന്ന നിലയ്ക്ക് ഉപരിയായി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ എക്സിബിഷനാണ് നമ്മുടെ മെഗാ ഫെസ്റ്റ്. ഇൻഡസ്ട്രി വൃത്തങ്ങളൊക്കെ കുറേ കാലമായി അത്തരത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നടക്കുന്ന എക്സിബിഷന് ശേഷവും ഏറ്റവും ശ്രദ്ധേയമായി ആളുകൾ പങ്കെടുക്കുന്ന ഒരു എക്സിബിഷനാണ്. എല്ലാ വർഷവും 5000-6000-ഓളം വരുന്ന ആളുകളാണ് ഇവിടെ പങ്കെടുക്കാറ്. ഈ വർഷം നമ്മളത് QR കോഡ് വെച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിനകം തന്നെ അത്തരം നമ്പറുകളൊക്കെ രജിസ്ട്രേഷൻ ഇവിടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഓപ്പറേറ്റർമാർ എത്തിച്ചേരുമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും വലിയ ഒരു ആഘോഷ തിമിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് എക്സിബിഷനെ നമ്മൾ കാണുന്നത്. ഞാനെൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സാരഥി പ്രസിഡന്റ് ശ്രീ അബൂബക്കർ സിദ്ദീഖിനെ ആദ്യമായി ഞാൻ വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും വേണ്ടി മെഗാ ഫെസ്റ്റിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ ഡോക്ടർ വി ശിവദാസൻ, അദ്ദേഹം നിരവധി തവണ നമ്മുടെ വിവിധ വേദികളിൽ നമുക്ക് വേണ്ടി സംസാരിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹം മുമ്പ് KSEB ബോർഡ് മെമ്പറായിരുന്നു, രാജ്യസഭ MP ആകുന്നതിന് മുമ്പ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വൈദ്യുതി ബോർഡ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തവണ നമ്മൾക്ക് സഹായഹസ്തവുമായി നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. COA എന്നുള്ള പ്രസ്ഥാനത്തെ കൃത്യമായി അറിയുകയും ഓപ്പറേറ്റർമാർ ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യകതയെ, അല്ലെങ്കിൽ മാധ്യമരംഗത്തെ ജനകീയ ബദലായി തീരേണ്ട ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഡോക്ടർ വി ശിവദാസൻ അവറുകളെ ഈ മെഗാ ഫെസ്റ്റിൻ്റെ പേരിൽ, കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പേരിലും ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. I would like to invite Mr. Sunil Joshi, Head of South Asia.
Warm welcome to Mr. Sunil Joshi in this occasion. നമ്മുടെ ഈ വേദി നമുക്കറിയാം, വളരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നമ്മുടെ ശ്രീ എൻ ഇ ഹരികുമാർ, അദ്ദേഹം OTT കോൺക്ലേവ് ആയാലും മുൻകാലങ്ങളിലൊക്കെ തന്നെ കേബിൾ സ്കാൻ മുതലിങ്ങോട്ട് നമ്മുടെ സന്തത സഹചാരിയായി നമ്മളോടൊപ്പം അനുയാത്രികനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹവും ഏതാനും ദിവസങ്ങളായി ഈ മെഗാഫെസ്റ്റ് വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ കൊച്ചിയിൽ ഉണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹത്തെ ഔപചാരികമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഗോവിന്ദേട്ടൻ, KCCLൻ്റെ ചെയർമാനായ ഗോവിന്ദേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹകരണ സ്ഥാപനമായ സിഡ്കോയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K. വിജയകൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വേദിയിലെ സദസ്സിലുമുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ഭാരവാഹികളായ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിരവധി എക്സിബിറ്റേഴ്സ്, അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, കേബിൾ ടി ഓപ്പറേറ്റർമാർ, ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ തുടർന്നുള്ള നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യനായ MP ശ്രീ ശിവദാസ്, ശ്രീ സുനിൽ ജോഷി, ശ്രീ KV രാജൻ, ഗോവിന്ദേട്ടൻ, വിജയകൃഷ്ണൻ, ഹരികുമാർ, മറ്റു പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഡിജിറ്റൽ IT ഇൻ്റർനെറ്റ് മേഖലയിലെ ഏറ്റവും വലിയ എക്സിബിഷനാണ് മെഗാ കേബിൾ ഫെസ്റ്റ്. 20ാം എഡിഷനാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഏറ്റവും വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ടെക്നോളജി. അപ്പോൾ തീർച്ചയായും ടെക്നോളജിയിലെ മാറ്റങ്ങളും അതിനനുയോജ്യമായ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റുകളെക്കുറിച്ചും മറ്റുമുള്ള വിപുലമായ പഠനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, എക്സിബിഷൻ ആരംഭിക്കേണ്ട സമയങ്ങളായിട്ടുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ MP ശിവദാസ് അവറുകളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദിയിൽ COAയുടെ ജനറൽ സെക്രട്ടറി KV രാജൻ, പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, മാധ്യമ പ്രവർത്തകരിൽ പ്രധാനിയായിട്ടുള്ള സുനിൽ ജോഷി, NE ഹരികുമാർ, വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേബിൾ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തുടർച്ചയിൽ അതിവിപുലമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെ ഏറ്റവും ഗ്രാമീണ പശ്ചാത്തലമുള്ള മനുഷ്യർക്കുൾപ്പെടെ മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ നിങ്ങളിവിടെ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
കേരളം വലിയ പുരോഗതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ആ പുരോഗതിയെക്കുറിച്ച് നാം പറയുമ്പോഴും നമ്മുടെ ടെക്നോളജിയുടെ ഉപയോഗം, പശ്ചാത്തല സൗകര്യത്തിൻ്റെ മികച്ച സംവിധാനമൊരുക്കലുകൾ നമുക്ക് വേണ്ടത്ര ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി നിൽക്കുമ്പോൾ പോയിരുന്ന ചില സ്ഥലങ്ങളുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നല്ല ആൾക്കൂട്ടത്തെ, പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുമായിരുന്ന ചില ഇടങ്ങളിൽ ഇപ്പോൾ ആളുകളില്ലാത്ത ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് കാണുകയുണ്ടായി. മലയോര പ്രദേശങ്ങളിൽ ഒരു കുടി ഇറങ്ങൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുറേ ആളുകൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളായിരിക്കും. ആ കുടിയിറങ്ങൽ എങ്ങനെയാണ്? ഒരുപക്ഷെ അച്ഛനും അമ്മയും പ്രായമാവുന്നതോടുകൂടി മക്കൾ പറയുകയാണ്, ഞാൻ കാനഡയിലാണല്ലോ, ഒന്നുകിൽ അച്ഛൻ എൻ്റെ കൂടെ കാനഡയിലേക്ക് വരിക, അല്ലെങ്കിൽ അമ്മ എൻ്റെ കൂടെ കാനഡയിലേക്ക് വരിക, അതും അല്ലെങ്കിൽ ആ മലയോരത്ത് നിന്ന് താഴോട്ടിറങ്ങിയിട്ട് നഗരത്തിലൊരു വീട് വെച്ച് നമുക്ക് താമസിക്കാം. നഗരത്തിലേക്ക് മലയോര മേഖലകളിൽ നിന്ന് ആളുകൾ കുടിയേറുന്നു. നഗരങ്ങളിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ നേഴ്സായി പോകുന്ന ആളുകൾ ഒരു പഞ്ചായത്തിലെടുത്തപ്പോൾ അവിടെ 100-ലധികം ആളുകൾ കാനഡയിൽ മാത്രമുണ്ട്. തിരുവല്ലയിലെ എടുത്തല്ല ഞാൻ പറയുന്നത്, തിരുവല്ലയുടെ കണക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഈ കേരളത്തിൽ നിന്ന് വലിയ നിലയിൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. അമേരിക്കയിൽ പോകുന്നതിൽ തെറ്റില്ല, കാനഡയിൽ പോകുന്നതിലോ ഓസ്ട്രേലിയയിൽ പോകുന്നതോ ഒന്നും തെറ്റായിട്ടല്ല കാണുന്നത്. അവരവിടങ്ങളിലെ പൗരന്മാരായി, സ്ഥിരതാമസക്കാരായി അവിടെ നിൽക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് ആളുകൾ കുറയുന്നു എന്നുള്ള, ചെറുപ്പക്കാർ കുറയുന്നു എന്നുള്ളൊരു വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്താണ് അവിടങ്ങളിൽ പോയി താമസിക്കുന്നതിന് കാരണമായി തീരുന്നത് എന്നുള്ളത് തീർച്ചയായും നാം അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റി തീർക്കാൻ പറ്റണം. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല വിദ്യാഭ്യാസം, നല്ല ഗവേഷക സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളുടെ എല്ലാം തുടർച്ചയിൽ തുടർ ജോലിക്കും തുടർ വിദ്യാഭ്യാസത്തിനും ഒക്കെ പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരിടമായി നമ്മുടെ നാട് മാറണമെങ്കിൽ കൂട്ടായ ജനകീയ ഇടപെടലുകൾ ആവശ്യമാണ്. അവിടെയാണ് COA പോലുള്ള സംഘടനകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. വൻകിട കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ എന്നുള്ളത് ഈ ജനകീയ ഉദ്യമത്തിലൂടെ ഉണ്ടാവുന്ന താല്പര്യങ്ങളല്ല, മറിച്ച് അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും ലാഭം എങ്ങനെ എത്രമാത്രം അവരുടെ കമ്പനിയിലെ കോർപ്പറേറ്റ് കുടുംബങ്ങളിൽ എത്തിക്കാം എന്നുള്ളത് മാത്രമായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങളുടെ 100% വരുമാനത്തിൻ്റെ ലാഭവിഹിതത്തിൻ്റെ 100%-ൽ 60%-നടുത്ത് കേബിൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായി ലാഭവിഹിതം വീതിച്ചു നൽകുന്ന സ്വഭാവം ഉൾപ്പെടെ നിങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ ഒരു ബഹുജന മുഖം സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇടപെടുന്നതിന് വളരെ വലിയ പ്രസക്തി തന്നെയുണ്ട്. പക്ഷേ കോർപ്പറേറ്റുകളുടെ സ്ഥിതി എന്താണ്? പലപ്പോഴും നാം കാണുന്നത് കൊടിയ കൊള്ളയുടെ ചൂഷണത്തിൻ്റെ മുഖമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഷൂ നിർമ്മാണ ഫാക്ടറിയിൽ വെച്ചിട്ടുള്ള പരസ്യത്തെക്കുറിച്ച് ഒരാൾ ഈ അടുത്ത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മൾ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ മോഡേൺ ടൈംസിൽ അവിടെ ഒരു തൊഴിലാളി ഉണ്ടല്ലോ, ഇങ്ങനെ ആ പണിയെടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ സാധനം ബാത്റൂമിലേക്കൊന്ന് പോകാൻ ഇങ്ങനെ മനസ്സ് ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അസംസ്കൃത വസ്തു വെച്ച് കൊടുക്കേണ്ടുന്ന ഇവനൊരു മിനിറ്റ് പോലും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ആ മോഡേൺ ടൈംസിലെ ആ മനുഷ്യനെ, തൊഴിലാളിയെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഷൂ നിർമ്മാണ കമ്പനിയുടെ ബോർഡ് എന്താണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഒന്ന് ഓർമ്മിക്കുക. അതിങ്ങനെയാണ്, അവിടെ വരുന്ന ഓരോ തൊഴിലാളിയും കുടിക്കേണ്ടുന്ന വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കുകയാണത്രേ. ഓരോ തൊഴിലാളിയും ഒരു ദിവസം കുടിക്കേണ്ടുന്ന വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല കാര്യമല്ലേ? എല്ലാവരും നിശ്ചിത അളവ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ശരിയാണ്. പക്ഷേ ഓരോ ആളുകളും ഇത്രമാത്രം വെള്ളമേ കുടിക്കാവൂ എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴം മനസ്സിലാകുക, ലാഭാർത്ഥിയുടെ ആഴം മനസ്സിലാകുക. കാരണം ഒരാൾ നിശ്ചിത അളവിനകത്ത് അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ദിവസം 1-ലേറെ തവണ ബാത്റൂമിലേക്ക് പോകേണ്ടി വരുമെന്നും, അങ്ങനെ 1000 തൊഴിലാളികളുള്ള ഫാക്ടറിയിൽ നിന്ന് ഒരാൾ ഒരു തവണ ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സമയനഷ്ടമെന്നുള്ളത് 4-5 മിനിറ്റ് ആയിരിക്കുമെന്നും, അങ്ങനെ 1000 തൊഴിലാളികൾ ഒരു തവണ ടോയ്ലറ്റിലേക്ക് പോയാൽ, അവിടെ വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴുണ്ടാവുന്ന സമയനഷ്ടം എന്നുള്ളത്
ഒരു കൊല്ലത്തേക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരു തൊഴിലാളിയെ കൊണ്ട് തൊഴിലെടുപ്പിക്കാൻ പറ്റുന്ന തൊഴിൽ ദിനത്തെ ആകെ കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മാസത്തെ പ്രവൃത്തി നഷ്ടമായിട്ടത് വരുമെന്നും മുതലാളി കണക്ക് കൂട്ടുകയും അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് നിങ്ങൾ കുടിക്കേണ്ടുന്ന വെള്ളം എത്രയായിരിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കുന്നതിലേക്ക് ഷൂ നിർമ്മാണ കമ്പനി പോകുന്നതെന്ന് നിങ്ങൾ അറിയുക. നോക്കൂ, ചൂഷണത്തിൻ്റെ ഒരു വല്ലാത്ത ചിത്രം നമ്മൾ ഈ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജിയിലൂടെ തൊഴിലാളിയെ റീപ്ലേസ് ചെയ്യുന്ന, മാനുഷികാധ്വാനത്തെ റീപ്ലേസ് ചെയ്യുന്നതാണ്. തീർച്ചയായും ടെക്നോളജി മനുഷ്യരുടെ വികാസത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. ഇന്നലകളിൽ നാം കൈകൊണ്ട് ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യാധ്വാനം ആവശ്യമില്ല. മനുഷ്യാധ്വാനം ഉപയോഗപ്പെടുത്താതെ തന്നെ നമുക്ക് ആ ജോലികൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിയും. കേബിൾ മേഖലയിൽ തീർച്ചയായും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്ത് അവൻ്റെ ഗ്ലാസ് നിർമ്മാണ ഫാക്ടറിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറയേണ്ടായി, നേരത്തെ ഗ്ലാസ് എടുത്ത് വെച്ച് ആ മുറിക്കുന്നതിൻ്റെ അപകടകരമായിട്ടുള്ള ജോലിയെക്കുറിച്ച് പറയേണ്ടായി. പക്ഷേ ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. മെഷീൻ എടുത്ത് ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നു, മെഷീൻ തന്നെ ഗ്ലാസ് കട്ട് ചെയ്യുന്നു. എത്ര അളവിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിനനുസരിച്ച് ടഫൻ ഗ്ലാസുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. ഒരു പ്രയാസമില്ല, അപകടരഹിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നു. മനുഷ്യൻ ആയാസരഹിതമായി ജീവിക്കാൻ പറ്റുന്ന, മനുഷ്യന് വിനോദത്തിനും വിജ്ഞാനത്തിനും കൂടി കൂടുതൽ സമയം നീക്കി വെക്കാൻ പറ്റുന്ന ഒരു ലോക സൃഷ്ടിക്ക് വേണ്ടി തീർച്ചയായും ടെക്നോളജിയെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ടെക്നോളജി കേവലം ലാഭാർത്ഥിയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നമുക്ക് ടെക്നോളജിയെ സമൂഹത്തിൻ്റെ പൊതു നന്മയെ കൂടി ലാക്കാക്കിക്കൊണ്ട് വിനിയോഗിക്കാൻ പറ്റണം. ഇവിടെ നിങ്ങളുടെ ഈ എക്സിബിഷൻ ടെക്നോളജിയെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം വിജ്ഞാനത്തിൻ്റെ മഹാസാധ്യതയെ ബഹുജനങ്ങൾക്കിടയിലേക്ക് കെട്ടഴിച്ചു വിടുന്ന ഒരു പ്രക്രിയ കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നവരിൽ ഏറെ പേരും സാമൂഹ്യമായി പിന്നോക്കം കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരായിരിക്കും. സാമൂഹ്യമായി പല സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരുമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും സുപ്രധാനമാണ് എന്ന് കാണുകയാണ്. കേവലം അറിവെന്ന് പറയുന്നത് ഏതെങ്കിലും സർവകലാശാലകളിലെ പ്രൊഫസർമാരുടെ തലയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. അറിവെന്ന് പറയുന്നത് ഏതെങ്കിലും വൻകിടക്കാരൻ്റെ ബ്രെയിനിൽ മാത്രം രൂപപ്പെടുന്നതും അവൻ്റെ വിപണന സാധ്യതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒന്നല്ല. പത്രപ്രവർത്തകനായ വെങ്കിടേശ് രാമകൃഷ്ണൻ ഒരിക്കലൊരു കുറിപ്പ് എഴുതുകയും പിന്നീട് ഞാനുമായി നടത്തിയ സംസാരത്തിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെങ്കിടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് കണ്ണോത്തുംചാൽ എന്ന് പറയുന്ന കണ്ണൂരിനടുത്തുള്ള സ്ഥലത്ത് അദ്ദേഹം ബോംബെയിൽ നിന്ന് റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വായനശാലയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിലൊരു മണ്ടോത്താം വാസുവേട്ടൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് അദ്ദേഹം പറയാണ്, വീട്ടിലേക്ക് പോയി 11:30-12 മണിയാകുമ്പോൾ മണ്ടോത്താൻ വാസുവേട്ടൻ ഇദ്ദേഹത്തെ തേടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, വെങ്കിടി, രണ്ടാം ലോക യുദ്ധകാലത്ത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒരു റിപ്പബ്ലിക് എന്ന് സ്റ്റാലിൻ പറഞ്ഞ ഒരു റിപ്പബ്ലിക് ഉണ്ടല്ലോ, അത് ഏതായിരുന്നു ആ റിപ്പബ്ലിക് എന്ന് വെങ്കടേശ് രാമകൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ വെങ്കടേശ് രാമകൃഷ്ണൻ പറയാണ്, തൊഴിലാളിയായ മനുഷ്യനാണ് ചോദിക്കുന്നത്. വെങ്കടേശ് രാമകൃഷ്ണൻ പറയാണ്, എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ പറഞ്ഞുതരാം വാസുവേട്ടാന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ വിചാരിച്ചു നീ വലിയ പത്രക്കാരനായതുകൊണ്ട് നിനക്ക് വിവരം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നാളെ നീ പറഞ്ഞു തരാം, നാളെ ഞാൻ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ വാസുവേട്ടൻ എന്ന് പറയുന്ന തൊഴിലാളിയായ മനുഷ്യൻ രാവിലെ വന്നിട്ട് വീട്ടിന് മുട്ടുകയാണ്, പുലർകാലം മുട്ടുകയാണ്. വെങ്കിടി പറയാണ്, മുട്ടിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായി മാതൃഭൂമി പത്രത്തിലുണ്ട്, പഴയ കട്ടിങ്സും എടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയാണ്, അത് ഉക്രൈനാണ്. ഉക്രൈൻ ഗോതമ്പ് വിളയുന്ന, ഗോതമ്പ് പാടങ്ങളുള്ള ഉക്രൈൻ ഏത് റിപ്പബ്ലിക്ക് വിട്ടുകൊടുത്താലും ഉക്രൈൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ തൊഴിലാളിയായ മനുഷ്യൻ ഗ്ലാസ്നോസ്കിയെക്കുറിച്ച് പെരിസ്ട്രോയിക്കിയെക്കുറിച്ചൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ളത് കൂടി വെങ്കിടേഷ് രാമകൃഷ്ണൻ കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ട് രണ്ടാം ഭാഗത്ത് വെങ്കിടേഷ് രാമകൃഷ്ണൻ പറയാണ്, 91, 92 ഒരിക്കൽ സംഭാഷണത്തിനിടയിൽ മണ്ടോത്താൻ വാസു എന്ന ആ മനുഷ്യൻ, തൊഴിലാളിയായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ തകർത്തത് അമേരിക്കയാണ്, പക്ഷെ അമേരിക്കക്ക് അറിയില്ല സോവിയറ്റ് യൂണിയനുള്ള ഉത്തരവാദിത്ത ബോധം സോവിയറ്റ് യൂണിയൻ തകർന്ന് രൂപപ്പെട്ടിട്ടുള്ള റിപ്പബ്ലിക്കുകളിൽ അധികാരത്തിലിരിക്കുന്ന മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്ന് അമേരിക്കക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അമേരിക്കക്ക് മനസ്സിലായിട്ടില്ല. നാളെ അമേരിക്കക്ക് തന്നെ അത് വിനാശമായിരിക്കും എന്ന് മണ്ടോത്താൻ വാസു എന്ന തൊഴിലാളി പറഞ്ഞു എന്നുള്ളതാണ് ഓർമ്മിക്കുക. അമേരിക്കയിലെ ടിൻ ടവർ, ആ വേൾഡ് ട്രേഡ് സെന്റർ തകരുന്നതിനും തകർക്കപ്പെടുന്നതിനും 10 മുമ്പാണ്
തൊഴിലാളിയായ മനുഷ്യൻ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകനോട് ഈ കാര്യം പറഞ്ഞത്. കോളേജിലെ പ്രൊഫസറല്ല, യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ് അല്ല, സാധാരണക്കാരനായ തൊഴിലാളി, നെയ്ത്തുകാരനും ബീഡി തൊഴിലാളിയുമായിട്ടുള്ള ഒരു തൊഴിലാളി ഒരു പത്രപ്രവർത്തകനോട് സംസാരിക്കുകയാണ്. നോക്കൂ, വിജ്ഞാനത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് കേവലം സർവകലാശാലകളിലോ ഏതെങ്കിലും പറയുന്ന ഇത്തരത്തിലുള്ള പണ്ഡിത ചാരികസേര ബുദ്ധിജീവികളുള്ള ഇടങ്ങളിലോ ആയിട്ട് കിടക്കുന്ന ഒന്നായിട്ട് നമ്മളാരും കണക്കുകൂട്ടാൻ പാടില്ല. തൊഴിലാളികളുടെ, കർഷകരുടെ അധ്വാനത്തിൻ്റെ വിളയാണ്, അധ്വാനമാണ് വിജ്ഞാനത്തിൻ്റെ അടിത്തറയെന്ന്, വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ടെക്നോളജിയുടെ ഉപയോഗം വിജ്ഞാന സമൃദ്ധിയുടെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റണമെന്നുള്ള വാക്കിന് കൂടുതൽ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തെ കൂടുതൽ വികസിതമാക്കണം. നിങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരുമായി കൂടുതൽ ഇടചേർന്നുകൊണ്ട് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ച് അവിടങ്ങളിലേക്ക് നമുക്ക് ജനകീയ ബദൽ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ രൂപപ്പെടുത്താൻ പറ്റുന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ വിപുലീകരിക്കണം. അതിന് ലൈബ്രറികൾ, വായനശാലകൾ ഇവയൊക്കെ ഒന്നിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. പുതിയ സാധ്യതകൾ വലിയ നിലയിലാണ് വളർന്നു വരുന്നത്. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കാൻ പോവുകയാണ് ഈ 2023 ജനുവരി മാസത്തിൽ. നോക്കൂ, ഒരു കൂട്ടായ്മ വിപുലപ്പെടുകയാണ്. ആ കൂട്ടായ്മയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ആ കൂട്ടായ്മ ബഹുജനങ്ങൾ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ എങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താമെന്നുള്ള അന്വേഷണം നടത്തുകയാണ് CA പോലുള്ള സംഘടനക്ക്. കേബിൾ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഈ സാങ്കേതിക വിദ്യയെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒക്കെ ഒന്നുചേരാൻ കഴിയുന്ന പുതിയ പൊതു ഇടങ്ങൾ, മത തീവ്രവാദികളല്ലാത്ത, മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സകല മനുഷ്യർക്കും ഒത്തുചേരാൻ പറ്റുന്ന പൊതു ഇടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം ഇനിയും ശക്തമായ നിലയിൽ തുടർന്ന് പോകുമെന്ന പ്രതീക്ഷയിലൂടെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും ഇത്തരത്തിൽ ടെക്നോളജിയെ, സാങ്കേതികവിദ്യയുടെ പുതിയ മാനങ്ങൾ ബഹുജനങ്ങളിൽ എത്തിക്കാൻ തയ്യാറാവുന്ന കൂട്ടായ്മകൾ രൂപപ്പെടുത്തുമെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ഈ പ്രദർശനം, ഈ മെഗാ ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചീഫ് ഗസ്റ്റ് BBC-യുടെ സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് മിസ്റ്റർ സുനിൽ ജോഷി വിൽ സ്പീക്ക്. Thank you, and welcome to the dignitaries on the dais, Mr. Rajan, Mr. V. Sivadasan, and Mr. Siddiqui, Mr. Harikumar, and Mr. Vinodan. I thank Dr. V. Sivadasan, though I don't understand Malayalam at all, but still I could make out that you are trying to touch upon the usefulness of the technology in a noble way, right? And if it goes into other direction, it kills us only. And that's how we have to make use of the technology. And this whole exhibition is getting organized year after year. I am amazed to see this at this scale. I mean, every year I've been coming, except past couple of years because of pandemic. People do gather and they meet. It's actually the renewal of the energy that takes place here. Everyone believes in these efforts and they put forward their best, products in this exhibition. They exhibit it for 3 days, and then I think they benefit otherwise also, other than having monetary benefits in this exhibition. In this God's own country, Kerala, we have a number of unique things that, as a nation, we look forward to. First of all, the literacy rate of the state is ever higher compared to any other states. At one point of time, we used to say 100% literacy. Now it is 95-96%. But the other parameter also, if we look at the male-female ratio, this is the only state, I think, where we have the female ratio is higher than the male ratio. So that also, talks a lot about the whole sincerity and about the work or as a culture in the state. Now, coming to the whole effort and the people behind, the organization behind these efforts, again, a unique organization, an association of cable operators. They are all
shareholders of this organization, and they are going, strong and strengthening themselves year after year. So if we look at the whole population of Kerala, that is, say, approximately 40 million, around 4 crores, and households would be around 7 million approximately, and out of which KCCL has spread almost to 3 million households. So it's nearing the half of the households. And their efforts, the whole trust aspect of it has given few more uniqueness. The whole country is actually, if we look at, how media-wise it is divided, it is Hindi-speaking market, and then it is South India. And in South India, Kerala is again unique because with the Swedish penetration that we see, rest all other states, here we don't see that. That all credit goes to the platforms and the content parity they could keep between broadcasters and platforms. And that is, I think, something great that this part of the world is doing. And the whole credit goes to the platform operators, broadcasters, and LCOs, and then their relation with the last mile customers. So this is again a unique thing. Now coming back to taking forward the existing business line, it all started with cable. Now we are talking about broadband, and then again KCCL is leading into that. I just got to know that close to 7.5, 8 lakhs of households are actually that way digitalized from broadband point of view. So now here the whole point comes. Technology will keep evolving, and no one can stop it. Now, how do we make use of technology? As Dr. Sivadasan was trying to point out, here broadband and cable both are coexisting. They, as at this point of time, at some places may be clubbed together in a hybrid box. That could be the next step, where platforms will end up providing the hybrid box. Today, now that is again a churn limiting factor which this organization could manage. So the cable connection along with the broadband connection and the additional content consumption that any household would look forward to has been supported by the same organization. Now going forward, when we talk about the 5G readiness of the telcos, which will eventually come to this part of the state also, this part of the country also, is that the humongous speed that we refer to when we talk about the 5G thing. So what is 5G is the connection with the maximum speed, with the maximum data or signal carrying capacity. Now, when we talk about the convergence of all services, cable plus other content, OTT, etc., that consumption, basically this whole infrastructure of 5G will drive more sophisticatedly. So keeping that in mind, tomorrow, suppose distribution operating platform decides to converge these services, which is beyond broadband and IPTV, and they put OTT apps and a cable, live cable, and they make their own app. Suppose KCCL tomorrow decides to come out with their own app, which will have 360-degree solution, your entire cable catering to the type of audience that we see, which is they are comfortable, which is appointment viewing, because people do plan their day and then they spare some time for their entertainment, which is typically referred as a prime time in the evening. And then additional viewing patterns that we see where people do enjoy the content at the cost of their rest and then sleeps also at times. So when we talk about this 5G readiness, again, who will end up benefiting, that who will keep tight, close watch on the technology and make good use of the technology, and eventually converge into such a technology that speed will complement the development of the organization.
So, future is hybrid. At one side, entertainment, cable entertainment is catered by cable, and then broadband requirements are catered by broadband connection. And then, when these things are happening, last mile cable operator will have an opportunity to earn additional, though we say there could be some churn because of OTT, etc., but broadband connection will complement it. And it is possible only with the cable network, and it is more even possible with KCCL because of the structure they have in operations. So all aspects of business can be taken care of, and when it gradually progresses, it will entertain the user-generated content also. That's what we see in YouTube, which is actually dominating the advertisement sales market. So more than around 50% global revenue of advertisement is only YouTube drives. So that is the kind of potential we are looking when we grow with the technology. So, so that's, and the end consumer point, yes, we need to take their interest into account. They will also have their choice when we handle our technologies in our favor. They will also be able to watch the content as per their convenience. They will decide whom they want to watch. They will decide how much to pay for what kind of services. And packaging also will rule. Now, packaging, I don't relate to only cable TV channel packaging. I relate to OTT plus cable and other digital products. And now when I talk about digital products, digital and hybrid product is what is basically a interrelation between linear and digital becomes the hybrid as a service. And that is going to happen. The linear services, as per the services, as per the surveys conducted across the Asia Pacific, etc., this subcontinent is going to continue with the linear at least for next 7 to 10 years. And then digital will have to collaborate with linear and offer the hybrid solution. Then only digital penetration is possible. So that's what it is saying. So India's story, along with the states here, all is the linear plus digital, which is hybrid. And this hybrid service will ensure both the technologies, and ultimately when this technology is provided to the end user, end user would like to use it for their benefit, for their social media presence, for uploading their own content, and that becomes the next generation content provision process. So with these broad horizon and the possibilities of the technology, etc., I wish KCCL will sail through all these things and come on a horizon as a bright shining star. I wish all the best always to them. Thank you. ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട MP ശിവദാസന് നൽകുന്നതിന് വേണ്ടി KCCL ചെയർമാൻ ഗോവിന്ദേട്ടനെ ക്ഷണിക്കുക. സർ പ്ലീസ്. ശ്രീ സുനിൽ ജോഷിക്ക് നൽകുന്നതിന് വേണ്ടി കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ ശ്രീ വിജയകൃഷ്ണനെ സ്നേഹിക്കുന്നു. ശ്രീ സുനിൽ ജോഷി അങ്ങോട്ട്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി മെഗാഫെസ്റ്റിൻ്റെ കൺവീനറും കേരള ഇൻഫോ മീഡിയയുടെ CEO-യുമായ ശ്രീ അന്നി ഹരികുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ലോകം കോവിഡിൻ്റെ ദുരിത കാലത്തിലായിരുന്നു. ആ സമയത്തും വലിയ വളർച്ച രേഖപ്പെടുത്തപ്പെട്ട ഒരു മേഖലയാണ് ബ്രോഡ്കാസ്റ്റിങ്ങും കേബിൾ ടിവിയും ഡിജിറ്റൽ മാധ്യമ മേഖല മൊത്തത്തിൽ. അതിൻ്റെ ഒരു ഉണർവ് ഈ വർഷത്തെ എക്സിബിഷനിലും പ്രകടമാണ്. വളരെ താല്പര്യത്തോടു കൂടിയാണ് ടെക്നോളജി കമ്പനികളും ബ്രോഡ്കാസ്റ്റേഴ്സൊക്കെ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നത്. ഈ നല്ലൊരു തുടക്കം ഇവിടെ
ആരംഭിച്ചു കഴിഞ്ഞു. ഈ വേദിയിൽ അധ്യക്ഷത വഹിച്ച ശ്രീ അബൂബക്കർ സിദ്ദീഖ്, സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് COA, അദ്ദേഹത്തെ നമുക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ വി ശിവദാസൻ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹം വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ട് തന്നെ ടെക്നോളജിയും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിബദ്ധതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തെ ഈ ചടങ്ങിന് വേണ്ടി നന്ദി പറയാം. And we also have Sunil Joshi. It's a great privilege for us to have him for this function. He delivered an excellent keynote address. I thank him very much for this Mega Cable Fest. And this is also a special occasion for BBC. They are celebrating their 100 years of broadcasting. The world's pioneering broadcasting company. It is a privilege for us to have a key representative of BBC on this dais. Thank you, Mr. Sunil Joshi. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച KV രാജൻ, സ്റ്റേറ്റ് സെക്രട്ടറി COA, ഈ ഔപചാരികമായിട്ട് നന്ദി പറയുന്നു. ഗോവിന്ദേട്ടൻ, വിജയകൃഷ്ണൻ, പിന്നെ ഇവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സ്, മാധ്യമപ്രവർത്തകർ എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ എക്സിബിറ്റേഴ്സ് 90ഓളം സ്റ്റാളുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വളരെ എക്സലൻ്റായ രീതിയിൽ തന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എക്സിബിറ്റേഴ്സിനും മാധ്യമ പ്രവർത്തകർക്കും നമ്മുടെ ഈ KCCLൻ്റെയും COAയുടെയും എല്ലാ മെമ്പേഴ്സിനും എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. സന്തോഷം.